പോലീസ് പറയുന്ന യുക്തി നിങ്ങൾ കേൾക്കുന്നില്ലേ? അതായത് അവര് സംഘടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം. പിന്നെ എന്തിനാ ഈ ACP ഒക്കെ പെണ്ണെടുക്കുന്നത്? പിന്നെ എന്തിനാ ഇയാളോട് ചോദിച്ചോ ഞാൻ പത്തക്കാരെ കാണുമ്പോൾ ഇയാളുടെ കാര്യം, അവിടെ പറഞ്ഞു വിട്ടു. ആരെ പറഞ്ഞു വിട്ടു? ഞാൻ കാണിച്ചോട്ടെ. നമുക്ക് രണ്ടിന് മാത്രമാ അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയല്ലേ, ഒരു മിനിറ്റ്. ഞാൻ ACP മാത്രം പോവാ. ഈ ബസ്സിനപ്പുറത്ത് അവർ നിൽക്കുന്ന കാണിച്ചോട്ടെ. ഏത് പാർട്ടി ഓഫീസിക്കുന്നു? ഈ ബസ്സിന്റെ പുറകിൽ സുഖമായിട്ട് പിരിഞ്ഞു പോകാം. അതെന്താ ഞങ്ങൾ മാത്രം പിരിഞ്ഞാൽ മതി? അവര് പിരിയണ്ടേ? അവരെന്താ പിരിഞ്ഞാല്? അവർക്ക് പിരിഞ്ഞാലെന്താ? അല്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലേ? ഇവിടെ നിൽക്കാൻ പറ്റില്ലേ? അവരോടെന്താ ACPക്ക് പറയാൻ പറ്റാത്തെ? എന്നാ പറ. ഞങ്ങളല്ലേ പരിപാടി നടത്തുന്നേ? അവരെ മാറ്റ്. എന്റെ ദേഹത്ത് തൊടണ്ട. അല്ല, അവരെ മാറ്റ്. ഞങ്ങള് പരിപാടി നടത്തുമ്പോ ഞങ്ങള് മാറണമെന്ന് പറയുന്നത്. അവരെ മാറ്റി. അവര് പോയി. എവിടെ പോയി? പിന്നെന്താ പ്രശ്നം? അവര് പോയെങ്കിൽ പിന്നെന്താ ACPക്ക് പ്രശ്നം? അവര് പോയെങ്കിൽ ACPക്ക് എന്താ പ്രശ്നം? നിങ്ങൾ പിരിഞ്ഞു പോകണം. അതെന്തിനാ അവർക്ക് പിരിഞ്ഞു പോകണം? ഞങ്ങൾ നേതാക്കൾ പോകുന്നില്ല. ഞങ്ങൾ എല്ലാ വണ്ടിയും പോയതിനു ശേഷം ഞങ്ങൾ പോകുന്നുള്ളൂ. ബാക്കിയുള്ളവര് മാറി. ഞങ്ങൾ നേതാക്കൾ ആരും പോകുന്നില്ല. ഞങ്ങള് വേറെ ടൗണിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കുത്തിയിരിക്കുകയാണ്, റോഡിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ഈ മറുഭാഗത്ത് CPM പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാവില്ലെങ്കിൽ നമ്മളും പിരിഞ്ഞു പോവില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ. DYFI നാറികളെ